വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്നലെ മുതൽ 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ ക്യാമ്പ് തുടങ്ങി. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഇന്ന് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ജൂൺ മാസം മുതലേ വീണ്ടും സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇനിയുള്ളത് ഇവൻറ്റ് സെമസ്റ്റർ പരീക്ഷകളായിട്ടുള്ള 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളും അതുപോലെ തന്നെ 4ാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കലണ്ടർ അനുസരിച്ച് ജൂൺ മാസം 11 മുതലാണ് 4ാം സെമസ്റ്റർ പരീക്ഷകൾ തുടങ്ങുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ടൈം ടേബിൾ പിന്നീട് യൂണിവേഴ്സിറ്റി അറിയിക്കുന്നതാണ്. ഇതിപ്പോൾ 2ാം സെമസ്റ്റർ ആണെങ്കിലും 4ാം സെമസ്റ്റർ ആണെങ്കിലും പരീക്ഷകൾ ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുപ്പിച്ചായിരിക്കും എക്സാം ഉണ്ടാവുക. ഈ അടുപ്പിച്ച എക്സാമിനേഷൻ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സമയം വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ പരീക്ഷകൾ ഇന്ന് തുടങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റും ഡീറ്റെയിൽ ടൈം ടേബിളും അടുത്ത് തന്നെ വരുമെന്നൊക്കെ പറയുന്നത്. അതിനുള്ളിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ പഠിച്ചു പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ, പലപ്പോഴും പല പരീക്ഷകളും അവസാന ഘട്ടത്തിലാണ്. വേറെ അവസരങ്ങൾ കിട്ടില്ല. ഈ അവസരങ്ങൾ കിട്ടാതെ വരുമ്പോൾ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ വഴിയോ സ്പെഷ്യൽ എക്സാമിനേഷൻ വഴിയോ എഴുതേണ്ടതായിട്ട് വരും. ഇതിന് വേറൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ, എല്ലാ കൊല്ലവും ഇത് വിളിക്കില്ല. ഇപ്പോൾ 2016 വരെ വിളിച്ചിട്ടുള്ളൂ. 2017, 2018, 2019 വിദ്യാർത്ഥികൾ വെയിറ്റിംഗ് ആണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ, ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഫർദർ സ്റ്റഡീസിനോ ജോലിക്കോ പോകാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് മാറിപ്പോകും. അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ഇപ്പോൾ 6ാം സെമസ്റ്റർ പരീക്ഷകൾ വാല്യുവേഷൻ നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. പല വിദ്യാർത്ഥികളും പല കാരണങ്ങൾ കൊണ്ട് നന്നായി എഴുതിയിട്ടില്ല. അടുപ്പിച്ചിട്ടുള്ള പരീക്ഷകളാവാം, ആദ്യം പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വന്നതുകൊണ്ടാവാം, അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷേ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അതൊന്നും വിലപ്പോവില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ അവസരങ്ങൾ കുറയുകയും പല പരീക്ഷകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഓരോ പരീക്ഷയ്ക്കും വാങ്ങിക്കുന്ന പൈസ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി നേരത്തെ തുടങ്ങി പരീക്ഷയ്ക്ക് പഠിച്ച് ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. നമ്മുടെ മാത്രമാണ് ഭാവി, നമ്മുടെ മാത്രമാണ് ജീവിതം. അത് മാത്രം ഓർത്തു വയ്ക്കുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.